ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിജയം ബി.ജെ.പിക്കുണ്ടായി. അപ്പോൾ പലരും വിമർശിക്കുന്നത് ഈ 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു എന്നാണ്. അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ മുരളി മനോഹർ ജോഷി തന്നെ ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ് ഇന്നിപ്പോൾ ശ്രീജിത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടാണ്. കാരണം ഇത് ചർച്ച ചെയ്യണം കേരള സമൂഹം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ഒറ്റ മിനിറ്റ് നമുക്ക് അവിടെ വരാം, ഇപ്പം പ്രസൻറ്റിൽ വരാം, പാസ്റ്റ് നോക്കിയിട്ട്. പഴയകാല രാഷ്ട്രീയം എന്തായിരുന്നു? EMS, AKG തുടങ്ങിയിട്ടുള്ളവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നെഹ്റുവിനെ പോലെയുള്ള, ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ ഇപ്പുറത്ത്. അപ്പോൾ എല്ലാ പാർട്ടിയിലും BJP അന്നില്ലല്ലോ, കുറവാണല്ലോ. പക്ഷേ RSS ഉണ്ട്. ഈ എല്ലാ പാർട്ടിയിലും ആദർശ രാഷ്ട്രീയക്കാരാണ്. നമ്മൾ ആദർശം പറയും, നമ്മൾ ഇത് നടത്തും എന്നൊക്കെ പറഞ്ഞാണ് അവർ വന്നത്. എല്ലാവരും അങ്ങനെയാണ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത്, മാറി മാറിയൊക്കെ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആദർശ രാഷ്ട്രീയത്തിനൊന്നും വലിയ വിലയൊന്നുമില്ല. കാര്യം പറയുന്ന പോലെ ആദർശം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പല അഴിമതിയും കാര്യം. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ജാതി കളിക്കാൻ തുടങ്ങി നമ്മൾ. പിന്നെ ജാതി കാർഡ് ഇറക്കി. എന്നിട്ട് ജാതി സ്ഥാനാർത്ഥികളെ നിർത്തും. മുസ്ലിമിന് സ്ഥാനാർത്ഥി മുസ്ലിം ഉള്ളിടത്ത് മുസ്ലിമിനെ നിർത്തും, ഹിന്ദു ഉള്ളിടത്ത് ഹിന്ദുവിനെ നിർത്തും, നായർ കൂടിയെടുത്ത് നായരിനെ നിർത്തും. അങ്ങനെ ജാതി കളിക്കാൻ തുടങ്ങി. അത് ഇന്ത്യയിൽ വലിയതായിട്ട് വിജയിച്ചു. ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങൾക്കിത് മനസ്സിലായി, ജാതിയിൽ നിന്നും കാര്യമില്ല, അവന്മാർ ചുമ്മാ നമുക്കൊന്നും തരണില്ല, ജാതി കളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വീണ്ടും തിരിഞ്ഞു. അപ്പോൾ വികസനം പറഞ്ഞു. വികസനമാണ് നമുക്ക് കൊടുക്കുക, ആളുകൾക്ക് വലിയ റോഡ്. അപ്പോഴും ആളുകൾക്ക് നേരിട്ടൊന്നും കൊടുത്തില്ല. പകരം എന്ത് ചെയ്യുന്നു? റോഡ്, പാലം, വിമാനത്താവളം, ഇങ്ങനെ വലിയ വലിയ വികസനം നടക്കും. അപ്പോഴും അതിൻ്റെ ഗുണം കുറച്ച് പേർക്കേ കിട്ടുന്നുള്ളൂ. ഒരു വിമാനത്താവളം വന്ന് എത്ര പേർക്ക് ഗുണം കിട്ടും? മാസിന് കിട്ടുന്നില്ല. അപ്പോഴും മാസ് പിണങ്ങിയപ്പോൾ എന്ത് ചെയ്തു? വെൽഫെയർ പരിപാടികൾ തുടങ്ങി. ക്ഷേമ പ്രവർത്തനങ്ങൾ, ഡയറക്റ്റ് പൈസ കൊടുക്കുക. മനസ്സിലായല്ലോ? അത് ഇപ്പോൾ ഈ മുരളി മനോഹർ ജോഷി ഇത് പറയുമ്പോഴും വേറെ കുറേ കഥകളുണ്ട്. അതായത് കേരളത്തിലാണ് ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് പറയാം. തൊഴിലായി വേതനം കൊടുത്തു. ഇവിടെ PSC ജോലി കൊടുത്തില്ലെങ്കിൽ തൊഴിലായി വേതനം കൊടുക്കും. എത്രയോ വർഷം മുമ്പ് കേരളം തുടങ്ങി വെച്ചതാണ്. തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, സൈക്കിളൊക്കെ വളരെ വ്യാപകമാണ് അവിടെ. പെൺകുട്ടികൾക്ക് TV, ഇങ്ങനെ വീട്ടുപകരണങ്ങൾ ഒരുപാട്, മിക്സി, അമ്മമാർക്കെല്ലാം മിക്സി, തയ്യൽ മെഷീൻ, ഇങ്ങനെ ഈ ഐറ്റംസ് കൊടുക്കൽ ഒരു പരിപാടിയായി തമിഴ്നാട്ടിൽ. അമ്മ ഹോട്ടൽ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ സ്ത്രീകൾക്ക്. അങ്ങനെ ഒരുപാട് ഞാനിത് എൻജോയ്, എൻ്റെ വൈഫുമായിട്ട് പോയപ്പോൾ എനിക്കിത് കിട്ടിയ ഒരു ബെനിഫിറ്റും കൂടെ ഞാൻ പറഞ്ഞു. ട്രാൻസ്പോർട്ട് ബസ്സിൽ, ടൗൺ ബസ്സിൽ ഫ്രീ ആണ്. അപ്പോൾ കളർ നോക്കി കയറിയാൽ മതി. നമ്മൾ ടൗൺ ബസ്സാണോ മറ്റേ ബസ്സാണോ, ഗ്രാമത്തിൽ പോണ ബസ്, ടൗണിൽ പോണ ബസ്സാണെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ സിറ്റിക്കകത്തെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തൊരു ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ റൂട്ടുകൾ നോക്കണം, ടൈം ലൈൻ നോക്കണം. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് വന്നു, ആദർശ രാഷ്ട്രീയം വന്നു, ജാതി രാഷ്ട്രീയത്തിലേക്ക് പോയി, വികസന രാഷ്ട്രീയത്തിലേക്ക് വന്നു, വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് വന്നു, ഇപ്പോൾ ഒരു ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോയി. ആളുകൾക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുക. മോഡി മോശമല്ല, 6,000 രൂപ ആർക്ക് കൊടുത്തു? കർഷകർക്ക് കൊടുത്തു നേരത്തെ. പിന്നെ ഗ്യാസിന്റെ പൈസ നേരിട്ട് വീട്ടമ്മമാരെ വീട്ടിൽ ചെല്ലുന്ന പദ്ധതി ചെയ്തു. ഇതിനെതിരായിരുന്നു, പക്ഷേ AAP വലിയ രീതിയിൽ അത് വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോകണം. അപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക ഇതുപോലെ ചില പരിപാടികൾ നടത്തി. ബാലികാ വികാസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടി മധ്യപ്രദേശ് നടത്തി. ഇതിന്റെ വലിയ രൂപമാണ് ആര് ചെയ്തത്? AAP, ആം ആദ്മി ചെയ്തു. ജനങ്ങൾക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുന്ന, ക്രിട്ടിക്കൽ മാസിന് കൊടുക്കുന്ന. കേരളത്തിലും ഇപ്പോൾ ഒരു പരീക്ഷണം നടന്നല്ലോ. എന്താ പരീക്ഷണം? 5 ലക്ഷം പേർക്ക് 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കൊടുത്തിട്ട് കുറച്ച് കാലമായി. 5 DA കൊടുക്കാനുണ്ട്. ശമ്പള പരിഷ്കരണം ഒന്നും ചെയ്തില്ല. ഇപ്പോഴും പരിഹാരമില്ലാതെ കിടക്കുകയല്ലേ. അപ്പോഴും ഈ 5.5 ലക്ഷത്തിന് കൊടുക്കുന്നതിന് പകരം 65 ലക്ഷം വരുന്ന ആളുകൾക്ക് എന്ത് കൂട്ടിക്കൊടുത്തു? 400 രൂപ കൂട്ടിക്കൊടുത്തു. അപ്പോൾ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ഗിഫ്റ്റ് രാഷ്ട്രീയമാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഡയറക്റ്റ് എന്ത് കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലും വേറെ സാധനം കൊടുത്തു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് തൊഴിലില്ലെങ്കിൽ മഞ്ഞ പിങ്ക് കാർഡാണെങ്കിൽ വീട്ടിൽ 1000 രൂപ കൊടുക്കും. മാസം 12,000 രൂപ കൊടുക്കും ഒരു വർഷം. അത് തുടങ്ങിയിട്ടുണ്ട് കേരള സർക്കാർ. ഒക്ടോബർ 29 തീരുമാനിച്ചു. ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു പുതിയ രാഷ്ട്രീയമാണ്, ഇന്ത്യയിലൊരു പുതിയ രാഷ്ട്രീയമാണ്. ഇതിൽ മുരളി മനോഹർ ജോഷി അപ്പോൾ ഒരാളിത് പറഞ്ഞത് വളരെ നന്നായി. കാരണം BJP-യിൽ തർക്കമുള്ളത് കൊണ്ടായിരിക്കും. തർക്കമല്ല, ചില സത്യങ്ങൾ അകത്തുനിന്ന് വരണം. എല്ലാം പുറത്തുനിന്ന് വരുമ്പോഴാണ് ഇത് ഏർക്കപ്പെടുന്നത്. അകത്തുനിന്ന് വരണം. പിന്നെ 10,000 രൂപ കൊടുത്തു എന്ന് പറയുന്നത് പുതിയ കഥയല്ല. 1990 അദ്ദേഹം സൈക്കിൾ കൊടുത്തു. പിന്നെ അദ്ദേഹം ബസ്സിൽ ഫ്രീ ആക്കി. 35% സ്ത്രീകൾക്ക് സർക്കാർ സർവീസിൽ സംവരണം വെച്ചു. പെൻഷൻ കൊടുത്തു. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ കൊടുത്ത് സ്ത്രീകൾക്ക് കൊടുത്ത് വനിതകൾക്കും കൊടുത്ത് വന്നതിൻ്റെ അവസാന രൂപമാണ് ഈ 10,000 രൂപ കൊടുക്കുന്നത്. 10,000 രൂപ നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതൊരു സ്വയം സേവക സംഘത്തിന് കൊടുക്കുന്ന പൈസയാണെങ്കിലും സ്ത്രീകൾക്ക് നേരിട്ട് കിട്ടും, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ കൊടുത്തു. ഇതിനി വളരും, ഇതിന് തളരൂല. കാര്യം ഇനിയിപ്പോൾ ഇതൊരു ഫാഷനായി മാറി. ബീഹാറിൽ ഇത് പരീക്ഷിച്ച് അത് വലിയ രൂപത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഇന്ത്യയിൽ ഈ ഗിഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതായത് ആളുകൾക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന ഒരു പരിപാടി വരും. അത് ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ തുടങ്ങിയിട്ട് എത്രയോ വർഷമായി. തമിഴ്നാട്, ആന്ധ്ര, ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഇത് പിടിച്ചുകൊണ്ടിരിക്കുക.
വലിയൊരു പ്രശ്നമുണ്ട്. മുരളി മനോഹർ ജോഷി പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വികസനവും സമത്വവും എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകൾ ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് ഇത് എത്ര കണ്ട് ജനങ്ങളെ ഇലക്ഷനിൽ സ്വാധീനിക്കും, പക്ഷേ എത്ര കണ്ട് ഒരു വെൽഫെയർ സിസ്റ്റത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചർച്ച നടത്തണം. വേണമെങ്കിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് മറ്റെന്താണ് വൻകിട പദ്ധതികൾ നടത്തി ഒന്നും കിട്ടാത്തത് പാവപ്പെട്ട ആളുകളെ കുറച്ച് പൈസയും കിട്ടട്ടെ, അത് പിന്നെ കൊടുക്കുന്നതിന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. പാവങ്ങളല്ലേ അവർ, ശത്രുക്കളല്ലേ. നാളെ പിന്നെ സോഷ്യലിസം വരും, അല്ലെങ്കിൽ അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് പട്ടിണി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും കിട്ടട്ടെ, അതിനകത്ത് ഞാൻ എതിർപ്പുള്ളതല്ല. പക്ഷേ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പോവുകയാണ്. ഇനി ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. മോഡി ചെയ്തൊരു ഗുണം എന്താണ്? മോഡിക്ക് എന്താണ് തുടർച്ചയായി ഭരണം കിട്ടുന്നത്? ഹിന്ദുത്വം പറഞ്ഞിട്ടാ? ഒന്നുമല്ല. മോഡി ഒരുപാട് വികസന രംഗത്ത് ശ്രദ്ധിച്ചു. എല്ലാവർക്കും ലാറ്റിൻ കൊടുക്കുക, സ്വച്ഛ ഭാരത് മിഷൻ, എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുക, ജലജീവ മിഷൻ, ഇങ്ങനെ ഗ്യാസ്, ഇങ്ങനെ ഒരുപാട് ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയങ്ങളിൽ ആരിടപെട്ടു? റോഡുകൾ, വീടുകൾ, ബാങ്ക്, പിന്നെ ബാങ്ക് അക്കൗണ്ട്. എത്ര ലക്ഷം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞത് ആളുകളോട്. അന്ന് എല്ലാവരും കളിയാക്കി, ഈ പാവപ്പെട്ടവരൊക്കെ പോയി. പക്ഷേ ഇന്ന് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇന്ത്യയിൽ മിക്കവാറും എല്ലാവരും. കാരണം ഗൂഗിൾ ഉള്ളവർക്ക് എന്തുണ്ട്? ഗൂഗിൾ എടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലല്ലേ ലിങ്ക് ചെയ്യാക്കുള്ള ആളുകൾക്ക്. അപ്പം ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണമല്ലോ, അവിടെയല്ലേ പൈസ പോണത്. അപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് എന്തെടുത്തത്? ബാങ്ക് അക്കൗണ്ട് എടുത്തത്. അപ്പോൾ ഇത് വ്യക്തിപരമായ അറ്റൻഷനിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. അത് ജോഷിയെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ റീതിങ്ക് ചെയ്യണം. ഗവൺമെൻറ് ഫാക്ടറി കൊണ്ടുവരുന്നതാണോ, വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതാണോ, അതോ വൻകിട പദ്ധതികൾ കൊണ്ടുവരുന്നതാണോ, ചെറുകിട സംരംഭങ്ങൾ കൊണ്ടുവരുന്നതാണോ, ആളുകൾക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചർച്ച ഇന്ത്യയിൽ നടക്കേണ്ടതാണ്, സീരിയസ് ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് ജോഷിയുടെ ആ വിമർശനമായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞാണ്, ഒരു കുറ്റമായിട്ട് പറഞ്ഞല്ല, ഒരു ഹാൾ പ്രോഗ്രാമിൽ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു ആശയ തലത്തിൽ പറയുന്നതല്ലേ, കുറ്റം പറയുന്നതല്ലോ. പബ്ലിക്കായിട്ട് പറയാനാണെങ്കിലല്ലോ കുറ്റപ്പെടുത്തലുള്ളൂ. അല്ലെ, ഇത് അതേസമയം ഒരു ആശയത്തിന്റെ ചർച്ച നടക്കുന്ന സ്ഥലത്താണ് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയോ ജനങ്ങളുടെ ആ പണിയെടുക്കാനുള്ള ആഗ്രഹത്തെ എല്ലാം ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അങ്ങനെ ഡോൾ കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഡോൾ കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്രയശേഷി പുറത്തെടുക്കുന്നതിലും കൊണ്ടുവരുന്നതിലും വലിയ പ്രയാസം വരും. അല്ല, പക്ഷെ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ, ധാരാളം സ്ഥലങ്ങളും ഒരു പ്രശ്നവുമില്ല. വിദേശ രാജ്യങ്ങളിലുള്ളപ്പോൾ പക്ഷെ അവർ സമാന്തരമായി മറ്റതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്, രണ്ട് വികസനവും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, ഞാൻ ഇതിനകത്ത് കുറച്ചൊരു പഠനം നടത്തിയതാണ്. ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്ക, UK, ജർമ്മനി, ഓസ്ട്രേലിയ, ഒത്തിരി രാജ്യങ്ങളുണ്ട് ഇതുപോലത്തെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ട്. പ്രായമായവർക്കൊക്കെ ഭയങ്കര സ്കീമാണ്, മനസ്സിലായില്ലേ? സ്റ്റേറ്റ് തന്നെയാണ് നോക്കുന്നത്, വേറെ അവർക്ക് ഒരു പൈസയുടെയും ചിലവില്ല, സ്റ്റേറ്റ് മൊത്തം നോക്കും അവർ. പിന്നെ കുട്ടികളുടേത് ഒക്കെ നോക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, വലിയ രാജ്യങ്ങളാണ്, ചെറിയ രാജ്യങ്ങളല്ല. അപ്പോൾ അതുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവർ മറ്റതും എന്ത് ചെയ്യുന്നു? ഓപ്റ്റ് ചെയ്യുന്നു. അല്ല, അവിടെ ജനസംഖ്യയുടെ കുറവുണ്ട്. ഇപ്പുറം ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേർ കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 140 കോടി ആളുകളില്ലേ പക്ഷേ ഇവിടെ ഇതുപോലത്തെ സ്കീമുകളൊക്കെ വന്നാൽ മഹാഭൂരിപക്ഷത്തിന് കൊടുക്കേണ്ടി വരും. അപ്പം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ്? സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴും ഒരു ഡൗൺ റോഡൻ വരും, ഒരു മാർജിനലൈസ്ഡ് പീപ്പിൾ എപ്പോഴും വരുമല്ലോ. ഇപ്പോൾ ചേരിയിൽ താമസിക്കുന്നവർ, കോളനിയിൽ താമസിക്കുന്നവരൊക്കെ ഒരു മാർജിനലൈസ്ഡ് പീപ്പിൾ എപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ട്. 140 കോടിയുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അവരെ അഡ്രസ്സ് ചെയ്തോട്ടെ. പക്ഷെ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതൊരു മധ്യവർഗത്തിലേക്ക് കയറി ഉപരിവർഗത്തിലേക്ക് വന്ന് വരുമ്പോൾ ഈ പറഞ്ഞൊരു പ്രതിസന്ധി ഉണ്ടാവാം. ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇന്ത്യ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രണ്ടും വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു വശത്ത് വ്യവസായവും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് തൊഴിൽ കൊടുക്കുന്നതിലേക്ക് പോകണം. അത് ചൈനീസ് പഴമൊഴി പറഞ്ഞ് നമുക്ക് നിർത്താം. ചൈനീസ് പഴമൊഴി എന്താണ്? നിങ്ങൾ ഒരാളിന് മീൻ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്നും കൊടുക്കണം. മീൻ പിടിക്കാൻ പഠിപ്പിച്ചാലോ, പിന്നെ അയാൾ പോയി മീൻ പിടിച്ച് കഴിച്ചോളും. അപ്പോൾ മീൻ പിടിക്കാൻ പഠിപ്പിക്കണം ആളുകളെ, എന്ന് മീൻ കൊടുത്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കൊടുത്തോട്ടെ, കൊടുക്കണ്ടെന്നല്ല, കിട്ടുന്നവർക്ക് കിട്ടട്ടെ. പക്ഷേ ജനങ്ങൾക്ക് മറ്റ് സമ്പദ്ഘടന വളരുന്നതിനാവശ്യമായ ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങി, അല്ലെ മറ്റു തുടങ്ങി, സർക്കാരിന് റിട്ടേൺസും വരും, ടാക്സിൻ്റെ രൂപത്തിൽ റിട്ടേൺസ്. ഇതൊരിക്കലും റിട്ടേൺസ് ഇല്ലല്ലോ, ഖജനാവിലെ പൈസ ഡയറക്റ്റ് കൊടുക്കുകയല്ലേ, വേറെ റിട്ടേൺസ് ഒന്നും ഇല്ലല്ലോ. അവരല്ലെങ്കിൽ ആ പൈസ മുടക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ് അത് ഇൻഡയറക്റ്റ് ആണ്, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് വരുന്നില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് വരുന്ന മറ്റ് ആക്ടിവിറ്റീസ് കൂടി നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് ഈ ഗിഫ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് അതിനെ വല്ലാതെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. ഒരു ബാലൻസ് ചെയ്ത് പോകണം. ഒരു വിഭാഗത്തിന് കൊടുക്കാം, പക്ഷേ അതാണ് ഇനി പരിപാടി. ഇനി ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും വേണ്ട, വികസന പ്രവർത്തനം വേണ്ട, മുഴുവൻ ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ വല്ലാതെ ബാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.